കേരളം ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് മുന്നിൽ ഇനി വെറും മണിക്കൂറുകൾ മാത്രമുള്ളൂ. എൽഡിഎഫിന് ഒരു തുടർഭരണം കൊടുക്കേണ്ടതുണ്ടോ? അതോ എൽഡിഎഫിനെ മാറ്റാനായിട്ട് ഒരു വശത്ത് നിൽക്കുന്ന യുഡിഎഫിനെ ജയിപ്പിക്കണോ? അതോ മറുവശത്ത് നിൽക്കുന്ന എൻഡിഎ ജയിപ്പിക്കണോ? ഇതിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ്. ഇപ്രാവശ്യം എൻ്റെ വോട്ട് എന്നതിലുപരി ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എൽഡിഎഫ് ആണെന്ന് പറയാം. അത് അവരുടെ പരസ്യവാചകം പോലെ എൽഡിഎഫ് അല്ലാതെ മറ്റാരുണ്ട് എന്ന പോലത്തെ ഒരു സെയിം തോട്ടിൽ നിന്നാണെന്ന് തന്നെ പറയാം. 2021 വെച്ച് നോക്കുമ്പോൾ യുഡിഎഫ് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവരുടെ കയ്യിൽ കേരളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നതിൽ ഒരു വിശ്വാസക്കുറവ് എനിക്കുണ്ടെന്ന് തന്നെ പറയാം. ഇനി ബിജെപി ആണെങ്കിലോ അവരുടെ പല പ്രസ്താവനകളോടും പല പ്രവർത്തന രീതികളോടും എനിക്ക് വ്യക്തിപരമായിട്ട് വിയോജിപ്പുണ്ടെന്ന് പറയാം. ബിജെപി മോശമാണെന്നുള്ള അഭിപ്രായം ഒന്നും ഇല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് വിയോജിപ്പുണ്ടെന്ന് തന്നെ പറയാം. എന്നാൽ ഇന്ന് അവർ അവരുടെ പേര് പറയുന്ന പോലെ ഭാരതീയ ജനത, ഭാരതത്തിലെ മൊത്ത ജനതയും ഒരുപോലെ കാണുന്നു. അന്ന് ചിലപ്പോൾ ഞാൻ ബിജെപിയെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയേക്കാം. ഇതൊക്കെ പറയുമ്പോൾ എൽഡിഎഫ് 100% പെർഫെക്റ്റ് എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ലെന്ന് തന്നെ പറയാം. ക്രിമിനൽ കേസിൽ വന്നവർ പോലും മത്സരിക്കുന്നതോട് എനിക്കത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറയാം. പിന്നെ പിണറായി വിജയൻ ഹീസ് ഗുഡ് എന്നൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ കുറച്ചുകൂടിയൊക്കെ പബ്ലിക്ലി ഫ്രണ്ട്ലി ആണ്. അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് കാണിക്കുന്ന സിറ്റുവേഷൻസ് എങ്കിലും ഒഴിവാക്കേണ്ടതുണ്ട്. സോ ഫോർ മീ യുഡിഎഫ് ആയാലും എൻഡിഎ ആയാലും ഇനിയും ഒരുപാട് ബെറ്റർ ആകേണ്ടതുണ്ട്. ഇപ്രാവശ്യം എൽഡിഎഫ് ഭൂരിപക്ഷം നേടിയാൽ ദേ ആൾസോ നീഡ് ടു ഇംപ്രൂവ് ഓൺ ദ നെക്സ്റ്റ് 5 ഇയേഴ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ സ്മിത്ത് ജോൺ, മല്ലു എക്സ്പ്രസ്.